ബലമായി നിയന്ത്രിക്കുവാൻ ശ്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുന്നതും, എന്നാൽ നിയന്ത്രണ വിധേയമാക്കിയില്ല എങ്കിൽ ഒരു മനുഷ്യജന്മത്തിലെ മുഴുവൻ ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങളെയും തകർത്തെറിയുവാൻ കഴിവുള്ള ഒന്നാണ് ലസ്റ്റ് അഥവാ ആസക്തികൾ. ഭഗവത്ഗീതയിൽ ഇതേപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായി തന്നെ അർജുനന് ഉപദേശിക്കുന്നുണ്ട്. ഭഗവത്ഗീത 16-ാം അധ്യായം ശ്ലോകം 21-ലും 3-ാം അധ്യായം 37, 41, 42, 43 എന്നീ ശ്ലോകങ്ങളിലും ആസക്തിയുടെ കാരണവും എങ്ങനെ അവയെ തിരിച്ചറിയാം, എങ്ങനെ അവയിൽ നിന്നും അകന്നു നിൽക്കാം എന്നുള്ള വിവരങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നു. അധ്യായം 16 ശ്ലോകം 21-ൽ പറയുന്നത് ഇങ്ങനെ: മനുഷ്യൻ്റെ ആന്തരിക സമാധാനത്തെയും ആത്മീയ പുരോഗതിയെയും പൂർണ്ണമായും തടയുന്നത് പ്രധാനമായും 3 ദുശീലങ്ങൾ ആണ്: കാമം, ക്രോധം, അത്യാഗ്രഹം. ഇത്തരം ആസക്തികൾ ഉടലെടുക്കുന്ന സമയവും സാഹചര്യവും തിരിച്ചറിഞ്ഞു ബോധപൂർവം അവയിൽ നിന്നും അകന്നു നിൽക്കുകയും കരുണ, നന്ദി തുടങ്ങിയ സദ്ഗുണങ്ങളെ വളർത്തുകയും ചെയ്യുക. ഭഗവത്ഗീത 3-ാം അധ്യായം ശ്ലോകം 37-ൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു: ഇന്ദ്രിയ അനുഭവങ്ങളോടുള്ള അടങ്ങാത്ത ആസക്തിയിൽ നിന്നുമാണ് കാമം ജനിക്കുന്നത്. ഇത്തരം ആസക്തി വളരെ ശക്തമായതിനാൽ ശ്രദ്ധയെ അവ വ്യതിചലിപ്പിക്കുന്നു, ഉന്നത ലക്ഷ്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഇത്തരം ആസക്തി ഉള്ളിൽ ഉണ്ടാകുന്ന സമയം തിരിച്ചറിയുക. ഇത് കേവലം കുറച്ച് സമയം മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്, ഇത് തികച്ചും സ്വാഭാവികമായ ഒന്നാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ശ്ലോകം 41-ൽ ഭഗവാൻ പറയുന്നത് ഇങ്ങനെ: ഇന്ദ്രിയ അനുഭവങ്ങളെ നിയന്ത്രണ വിധേയമാക്കണം. കടന്നു പോകുന്ന ഓരോ ചിന്തയെയും പരിശോധിക്കുക. ഒരു അച്ചടക്കശീലം വളർത്തിയെടുക്കുവാൻ എപ്പോഴും നാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശ്ലോകം 42-ൽ ഇങ്ങനെ പറയുന്നു: ഇന്ദ്രിയപരമായി ലഭിക്കുന്ന സൗഖ്യങ്ങൾ എല്ലാം തന്നെ ക്ഷണികമാണ്. നിമിഷ നേരത്തേക്കുള്ള ആനന്ദം മാത്രമേ അവയ്ക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും ഇത്തരം പ്രവൃത്തികളിൽ മുഴുകുകയില്ല. അവർ എന്നും ശാശ്വതമായ സമാധാനത്തെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. 43-ാം ശ്ലോകത്തിൽ കേവലം വില കുറഞ്ഞ ആഗ്രഹത്താൽ മനസമാധാനം നഷ്ടമാകുന്ന സമയം സ്വയം ഓർമ്മിക്കുക: ഞാൻ ഈ ആഗ്രഹങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്. ശ്രേഷ്ഠമായ ചിന്തകൾ എപ്പോഴും മനസ്സിൽ നിറയ്ക്കുക. മനസ്സിൽ ശ്രേഷ്ഠമായ ചിന്തകൾ നിറയുമ്പോൾ ആസക്തികൾ മനുഷ്യനെ വിട്ടകലുന്നു. കാമത്താൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും പരമമായ ജ്ഞാനം പ്രാപ്തമാകുകയില്ല എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.